അപ്പോ മുഅ്മിനീങ്ങളെ 3 കാര്യങ്ങളാണ് നബിതങ്ങളെ മുഹമ്മദിനെ പഠിക്കുക എന്ന് പറഞ്ഞ 3 കാര്യങ്ങളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ശമാഇലുകൾ. ശമാഇൽ എന്ന് പറഞ്ഞാല് നബിതങ്ങളുടെ ശരീരം എങ്ങനെയാണ്, നടത്ത എങ്ങനെയാണ്, ഇരുത്ത എങ്ങനെയാണ്, സംസാരം എങ്ങനെയാണ്, ഇത് പഠിക്കുന്നതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശമാഇൽ എന്ന് പറയുന്നത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ, കണ്ണിന്റെ വെളുപ്പ് ശക്തമായ ആളാണ്. വെളുത്ത കണ്ണിന്റെ ഉള്ളിലെ കൺമണിയുടെ കറുപ്പ് ശക്തമാണ്. വെളുപ്പും ശക്താണ്, അതിന്റെ ഉള്ളിലെ കറുപ്പ് ശക്തമായ കറുപ്പുമാണ്. അങ്ങനെ ആകർഷണീയമായ സുറുമ ഇട്ടിട്ടില്ലെങ്കിലും സുറുമ ഇട്ടതുപോലെ തോന്നുന്ന കണ്ണാണ് നബിതങ്ങൾക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം നബിതങ്ങൾ സുറുമ ഇടലും പതിവുണ്ടായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പഠിക്കുക. നബിതങ്ങളുടെ ശരീരം നിരയൊത്ത പല്ലുകളാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. ഒന്ന് കയറിയിട്ടു ഒന്ന് ഇറങ്ങിയിട്ടുമല്ല, നിരയൊത്ത പല്ലുകളാണ് ഉണ്ടായിരുന്നത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറം വെള്ള നിറത്തിൽ തങ്കത്തിന്റെ നിറം കയറിയതായിരുന്നു. വെള്ളയിൽ സ്വർണം കയറിയ നിറമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിറം. അങ്ങനെ അങ്ങനെ അതാണ് ശമാഇലുകൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ. നബിതങ്ങൾ ഇരിക്കുമ്പോൾ തല ഉയരത്തിൽ കാണപ്പെടൽ പതിവുണ്ട്. ഏത് സദസ്സിൽ നബിതങ്ങൾ ഇരുന്നാലും നബിനെ വേറിട്ട് കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ അധികം നീളമുള്ള ആളൊന്നുമല്ല, അധികം നീളമുള്ളവരോ കുറിയവരോ അല്ല നബിതങ്ങൾ. ഒത്ത ശരീര പ്രകൃതമുള്ള ആളാണ്. അതാണ് ശമാഇലുകൾ പഠിക്കുക എന്ന് പറഞ്ഞാല്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കറുകറുത്ത മുടിയാണ്. ആ മുടികളെ എണ്ണാൻ കഴിയുമായി മുടികളുടെ ഇടയിലുള്ള 1-2 വെള്ളമുടി എണ്ണാൻ കഴിയും. പരമാവധി 20 മുടികളിൽ താഴെയാണ് നബിതങ്ങളുടെ തലയിൽ വെളുത്ത മുടി ഉണ്ടായിരുന്നത്. ചുണ്ടിന്റെ ചുവപ്പ് കാണുന്ന തരത്തില് സ്ഥിരമായി വീശ വെട്ടുന്ന പതിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. ചുണ്ടിന്റെ ചുവപ്പ് എപ്പോഴും കാണും. തിങ്ങിയ താടിയാണ് മുത്തുനബിക്കുള്ളതെങ്കിലും താടിയുടെ രോമങ്ങളുടെ ഉള്ളിലൂടെ തിളക്കം കൊണ്ട് തൊലി കാണാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഹബീബുനാ റസൂലുള്ളാഹി അല്പം നീളമുള്ളതും അഗ്രഭാഗം വളഞ്ഞതുമായ ആകർഷണീയമായ മൂക്കാണ് അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും മലയാളത്തിലെ റാ എന്ന അക്ഷരം എഴുതിയതുപോലെ വളഞ്ഞ പുരികമാണ് മുത്തുനബിക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും. ഇതിനാണ് ശമാഇലുകൾ എന്ന് പറയുന്നത്. ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന സ്ഥലത്ത് ഇരിക്കലാണ് പതിവുണ്ടായിരുന്നത്. ഏതെങ്കിലും ഒരു സദസ്സിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയാണെങ്കിൽ ആ സദസ്സിലുള്ള എല്ലാവർക്കും ആ സംസാരം മനസ്സിലാകുമായിരുന്നു. ഏതെങ്കിലും ഒരാളെ കേൾപ്പിക്കാൻ വേണ്ടിയാണത് പറഞ്ഞതെങ്കിൽ അയാളത് കേട്ടിട്ടുണ്ടായിരിക്കുമെന്നതും ഏതെങ്കിലും ഒരാളത് കേൾക്കരുതെന്ന് നബി തങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അയാളത് കേട്ടിട്ടുണ്ടായിരിക്കില്ല എന്നതും മുത്തുനബിയുടെ സംസാരത്തിന്റെ പ്രത്യേകതയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ശമാഇലുകൾ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളയല്ലാത്ത വസ്ത്രമുണ്ടായിരുന്നു എങ്കിലും സ്ഥിരമായ വെള്ള വസ്ത്രം ധരിക്കലായിരുന്നു പതിവ്. മുടികൾ നന്നായി എണ്ണ തേച്ച് വാർന്നിട്ട് അതിനു മുമ്പുകളിൽ തൊപ്പി വെച്ച് തലപ്പാവ് ധരിക്കുന്ന രീതിയാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത്. ഇടക്ക് തൊപ്പി മാത്രം ധരിക്കുന്ന രീതിയും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുപ്പായം ധരിക്കാതെ നടക്കുന്ന പതിവില്ലാത്തതിനാൽ ശരീരം ആരും കാണൽ പതിവുണ്ടായിരുന്നില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുപ്പായം ധരിക്കാതെ നടക്കൂല. ഇങ്ങനെ പഠിക്കുക. ഇതാണ് ശമാഇൽ. രണ്ടാമത്തത് ദലായിലുകളാണ്. ദലായിൽ എന്ന് പറഞ്ഞാൽ പ്രവാചകത്വത്തിന്റെ മേൽ അറിയിക്കുന്ന തെളിവുകൾക്കാണ് ദലായിൽ എന്ന് പറയുന്നത്. ഖുർആൻ അതിന്റെ ഉദാഹരണമാണ്. നബി തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ മേലുള്ള തെളിവാണ് ഖുർആൻ എന്ന് പറയുന്നത്.